VC മോഹൻ കുന്നുമലിന് 8ന്റെ പണി കൊടുത്ത ആൽഫ ജെൻസി പിള്ളേരെ കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്നു. വലിയ കോട്ടൺ സൂട്ടും പത്രാസും കാണിച്ച് വലിയ VC ആണ്, വിദ്യാസമ്പന്നനാണ്, എന്തോ വലിയ ആളാണ് എന്ന നിലയ്ക്ക് ഇക്കഴിഞ്ഞ +2 പരീക്ഷകളിലെല്ലാം മികച്ച വിജയം സ്വന്തമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ്. ആ ചടങ്ങിൽ ഇരുന്നു കൊണ്ട് പാറ്റ വിപ്ലവത്തെ തള്ളിപ്പറയിപ്പിക്കാൻ ഒരു പരിശ്രമം നടത്തി. നമ്മൾ കുട്ടികളെ അവകാശബോധമില്ലാത്ത അടിമകളാക്കണമല്ലോ. അതിനുവേണ്ടി എടുത്ത് മുന്നിൽ വയ്ക്കാൻ പറ്റുന്നത് നിങ്ങൾ വിദ്യാഭ്യാസം പഠിക്കൂ. നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല. അത്തരം വിവരങ്ങൾ വരുന്ന ഇടങ്ങളിലേക്ക് നോക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഭാരതത്തിന്റെ ദുർഗാദേവികളാകണം എന്ന ഉപദേശം കൊടുക്കാൻ ചെന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ തിരിച്ച് നിശബ്ദതയിലൂടെ കുട്ടികൾ കൊടുത്തൊരു ഊക്കുണ്ട്. കൊള്ളേണ്ടടുത്ത് കാര്യമായിട്ട് കൊണ്ടിട്ടുണ്ട് സാറിന്. എന്നിട്ട് നിങ്ങളെ പോലെയുള്ള ആളുകളെ ചില ആളുകൾ എന്താ വിളിക്കുന്നത് അറിയാമോ? കോക്രോച്ച്, പാറ്റകൾ. നിങ്ങൾ അതാണോ? നിങ്ങൾ കോക്രോച്ച് ആണോ? നിങ്ങൾ പാറ്റകളാണോ? നിങ്ങൾ പിന്നെ എന്താണ്? നിങ്ങൾ ഈ നാടിന്റെ കരുത്തായ സിംഹങ്ങളാണ്. ശരിയാണോ? നിങ്ങൾ പാറ്റയാണോ സിംഹമാണോ? സംശയമുണ്ടോ? ചെറിയൊരു സംശയമുണ്ടോ? പാറ്റ അല്ല എന്ന് പറയുന്നവരല്ല എന്നൊന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾ പാറ്റയാണോ കോക്രോച്ചാണോ അല്ല എന്നുള്ളവരൊന്ന് ഉറച്ചു പറഞ്ഞേ. എനിക്ക് സംശയമായിട്ട് ചിലപ്പോഴും പാറ്റയാണോ ആണോ? ആ മിടുക്കി പറഞ്ഞു. ബാക്കി എല്ലാരും കൂടെ ഉറച്ചു പറഞ്ഞേ. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞേ അല്ല എന്ന്. പോരാ പോരാ, ശബ്ദം പോരാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല, ചായ കിട്ടിയല്ലോ. നിങ്ങൾ ഈ രാജ്യത്തിന്റെ കരുത്തായ സിംഹങ്ങളാണ്, ദുർഗാദേവികളാണ്. എന്താണോ ഈ കരുതിയെ? ഇന്നാട്ടിലെ വരും തലമുറയൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ പോലെ തലയ്ക്കകത്ത് ചാണകം പേറി നടക്കുന്നവരാണെന്നോ? അവർക്കിപ്പോഴേ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാനും അറിയാനും സംവിധാനങ്ങളുണ്ട്. ഇത്രയും കാലം എന്താണോ കുട്ടികളുടെ തലച്ചോറുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു കൊടുത്തിരുന്നത് അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഡൽഹിയിലെ പാറ്റാ സമരം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിരുന്നില്ല. കുട്ടികൾ ഈ നാട്ടിലെ ഭരണകർത്താക്കളായിട്ടിരിക്കുന്ന വിവരം കെട്ടവരെ അവർ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിൽ ചോദ്യം ചെയ്തപ്പോൾ തല്ലി ഒതുക്കാൻ ശ്രമിച്ചു. 1 ഇഞ്ച് ബാക്ക് പോകാതെ അവർ നിന്ന് പോരാടി. ഏറ്റവും ഒടുവിൽ മുട്ടുമടക്കിച്ച് അവർ ആവശ്യപ്പെട്ടതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേര തെറിപ്പിച്ചപ്പോൾ ഇപ്പോ സംഘിമാരായിട്ടുള്ളവർ കേരളത്തിലെ വലിയ അധ്യാപകർ ചമഞ്ഞ് നടപ്പുണ്ടല്ലോ. ശാഖാ ട്രെയിനിങ്ങിന് ശേഷം അവരിലൂടെ നിയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ഉള്ളിലേക്ക് നമ്മൾ വീണ്ടും പഴയതുപോലെ ചാണകങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് കയറ്റണം. അതിന് വിദ്യാഭ്യാസം, പഠനം, ഭാവിയിൽ നിങ്ങൾ വലിയ ആൾക്കാരാകേണ്ടവരാണ്. രാജ്യത്തിന് അല്ലെങ്കിൽ അതിന് പുറത്തുള്ള വലിയ ആൾക്കാരാകേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ ഓഡിറ്റബിൾ ആകുന്നതോ അവരുടെ പ്രവർത്തന ശൈലി വിലയിരുത്താനോ പോകരുത്. നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്കരുത് എന്ന ഉപദേശം കൊടുക്കാൻ പോകുമ്പോൾ മൗനം കൊണ്ട് അതിനെ പുച്ഛിച്ചു തള്ളിയ ആ കുട്ടികളുണ്ടല്ലോ, അവർ വളർന്നു വരുന്ന രീതി എന്താണെന്ന് സംഘികൾക്ക് കണ്ണ് തുറന്ന് കാണാനുള്ള അവസരമാണ്. നിങ്ങളെ അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ചില സംഘപരിവാർ പരിപാടിയിലൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് ചില ആദരവൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് വിദ്യാഭ്യാസമാണ് വലുത്, അവകാശങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കരുത്, നാളുകളിൽ കോർപ്പറേറ്റ് അടിമകൾ അല്ലെങ്കിൽ ഇവിടെ ഭരണകർത്താക്കളുടെ അടിമകൾ അവരെയെല്ലാം രാജാക്കന്മാരായി കണ്ട് വന്ദിക്കണം എന്ന മനോഭാവം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിനേറ്റ ആദ്യ അടിയായിട്ടാണ് ആൽഫ ജെൻസിയുടെ ആ പ്രതികരണം കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും അങ്ങനെ ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് VC എന്ന ലേബലിൽ വലിയ ആള് ചമഞ്ഞ് നടക്കുന്ന ഇത്തരം ചാണകങ്ങളോടെയൊക്കെ പുച്ഛിച്ചു തള്ളുന്ന ആ സമീപനത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു.